ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ സേ എക്സാം പ്രിപ്പറേഷൻ നടക്കുകയാണ്. സെക്കൻഡ് ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ വീഡിയോ ക്ലാസ് സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് വീഡിയോ ക്ലാസ്സാണ്. ഓക്കെ, ഈ വീഡിയോ ക്ലാസ് കഴിയുന്നതോടെ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററും ഫിനിഷ് ചെയ്യും. അപ്പോൾ ടോട്ടൽ രണ്ട് ചാപ്റ്ററുകൾ നമ്മൾ ഫിനിഷ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഇന്നത്തെ ക്ലാസ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സാണ്. വളരെ പ്രധാനപ്പെട്ട ചില ഡെറിവേഷനുകളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാം പ്രധാനപ്പെട്ട ഡെറിവേഷനാണ്. വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. മിനിമം കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് വെൻ കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ്. കപ്പാസിറ്ററുകളെ സീരീസായി കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കീവേഡ് ഇവയാണ്: ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്, കപ്പാസിറ്റേഴ്സ്, സീരീസ്. ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട കീവേഡുകളാണ് ഈ ക്വസ്റ്റ്യനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഫിഗർ വേണം. സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സീരീസ് കണക്ഷൻ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളുക. സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ ബോഗി പോലെയാണെന്ന് ഓർത്താൽ മതി. ഫസ്റ്റ് കപ്പാസിറ്റർ വരയ്ക്കുന്നു, ദെൻ സെക്കൻഡ് കപ്പാസിറ്റർ, ദെൻ തേർഡ് കപ്പാസിറ്റർ. തൽക്കാലം നമ്മൾ മൂന്നെണ്ണമേ പരിഗണിക്കുന്നുള്ളൂ. ഒരുപാട് കപ്പാസിറ്ററുകൾ നമുക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ. സെല്ല് വരച്ചു. പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ സെല്ല് വരച്ചതും കപ്പാസിറ്റർ വരച്ചതും എങ്ങനെയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. സെല്ലിൻ്റെ ഒരു വരയ്ക്ക് നീളം കുറവാണ്. കപ്പാസിറ്ററിൻ്റെ രണ്ട് വരയ്ക്കും ഒരേ നീളം ആയിരിക്കണം. ഓക്കെ, പേര് കൊടുക്കാം: C1, C2, C3. ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സീരീസായി കണക്ട് ചെയ്യുമ്പോൾ കപ്പാസിറ്ററുകൾക്കുണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് ഫസ്റ്റ് കപ്പാസിറ്ററിൻ്റെ പൊട്ടൻഷ്യൽ V1, സെക്കൻഡിൻ്റെ V2, തേർഡിൻ്റെ V3, നമ്മളുടെ അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ V, സെല്ലിൻ്റെ വോൾട്ടേജ് V. എന്നാൽ സീരീസായി കണക്ട് ചെയ്യുമ്പോൾ കപ്പാസിറ്ററുകളിലെല്ലാം സ്റ്റോർ ചെയ്യപ്പെടുന്ന ചാർജ് ഒന്ന് തന്നെയായിരിക്കും എന്ന് വിചാരിക്കുക. അത് പ്രത്യേകം മനസ്സിലാക്കുക. അതുകൊണ്ട് ഇവിടെയും ചാർജ് Q ആണ്, ഇവിടെയും Q ആണ്, ഇവിടെയും Q ആണ്. അപ്പോൾ സീരീസ് കണക്ഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇത് തന്നെയാണ്. പൊട്ടൻഷ്യൽ വ്യത്യസ്തമായിരിക്കും, എന്നാൽ ചാർജ് സെയിം ആയിരിക്കും. അത്രയേ ഉള്ളത്, മനസ്സിൽ വയ്ക്കുക. നമ്മൾ സ്ട്രൈറ്റ് അവേ ഡെറിവേഷനിലേക്ക് കിടക്കുകയാണ്. നമുക്ക് വേണ്ടത് ടോട്ടൽ പൊട്ടൻഷ്യൽ ഇക്വേഷനാണ് ആദ്യം വേണ്ടത്. V = V1 + V2 + V3. നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത ടോട്ടൽ പൊട്ടൻഷ്യൽ ഇങ്ങനെ മൂന്ന് കപ്പാസിറ്ററുകളായിട്ട് ഡിവൈഡ് ചെയ്ത് പോയി എന്നുള്ള ധാരണയിലാണ് നമ്മൾ V = V1 + V2 + V3 എന്നിങ്ങനെ എഴുതിയിരിക്കുന്നത്. നമുക്കറിയാവുന്ന ഇക്വേഷൻ കപ്പാസിറ്റൻസിനാണ് C = Q/V. അവിടെ നിന്നും നമുക്ക് എഴുതാം V = Q/C. ശരിയാണല്ലോ? റൈറ്റ്. അപ്പോൾ നമ്മൾ ആ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് ഫസ്റ്റ് എഴുതിയ ഇക്വേഷൻ വീണ്ടും ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ വിക്ക് പകരം നമുക്ക് Q/C = V1 പകരം Q/C1 + V2 പകരം Q/C2 + V3 പകരം Q/V3 എന്നെഴുതാം. ഓക്കെ, ഓരോ പൊട്ടൻഷ്യൽ ടേമിനെയും നമ്മൾ Q/C എന്ന ഫോമിലേക്ക് മാറ്റി. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ V = Q/C എന്നായി. വേണമെങ്കിൽ അതിനെ സീരീസ് എന്ന് വിളിക്കാം. ഓക്കെ, CS, സീരീസിൽ കണക്ട് ചെയ്തപ്പോഴുള്ള ടോട്ടൽ കപ്പാസിറ്റൻസ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. V1 പകരം Q/C1, V2 പകരം Q/C2, V3 പകരം Q/V3. ക്യൂകൾക്കൊന്നും 1ഉം 2ഉം കൊടുത്തില്ല, കാരണം ഇവിടെ എല്ലാ കപ്പാസിറ്ററിലുമുള്ള ചാർജ് സെയിം ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് Q എന്ന് തന്നെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും, ക്യൂകളുണ്ട്, അതെല്ലാം എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. ശേഷിക്കുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്: 1/CS = 1/C1 + 1/C2 + 1/C3. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിനെ ജനറൽ ഫോമിലേക്ക് ഒന്ന് പരിഷ്കരിച്ച് എഴുതി കഴിഞ്ഞാൽ ജനറൽ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം: 1/CS = 1/C1 + 1/C2 + 1/C3 up to 1/Cn. അസ്യൂമിങ് n കപ്പാസിറ്ററുകൾ ഈ സർക്യൂട്ടിലുണ്ട് എന്ന് നമ്മൾ വിചാരിച്ചാൽ ഒടുവിൽ എഴുതിയതാണ് നമ്മുടെ യഥാർത്ഥ ഇക്വേഷൻ. അപ്പോൾ സീരീസ് ആയിട്ട് കപ്പാസിറ്ററുകളെ കണക്ട് ചെയ്താൽ ഉണ്ടാകുന്ന ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷനാണ് എഴുതി വെച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ഇക്വേഷൻ, വളരെ ചെറിയ സിമ്പിൾ ഡെറിവേഷൻ. ഫുൾ മാർക്കും എന്തായാലും വാങ്ങിക്കണം. എല്ലാ സ്റ്റെപ്പുകളും സാധിക്കുന്നില്ലെങ്കിൽ ഫൈനൽ ഇക്വേഷൻ എന്തായാലും പഠിക്കുക. ഓക്കെ, ഫൈൻ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വെൻ കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് ഇൻ പാരലൽ. മുൻപ് പഠിച്ച സീരീസ് കണക്ഷനാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. സീരീസ് കണക്ഷനാണ് ഇപ്പോൾ പഠിക്കുന്നത്. പാരലലാണ്. കീവേഡ് ഇതാണ്: പാരലൽ, കപ്പാസിറ്റേഴ്സ്, ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്. ഓക്കെ, ഈ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്നുള്ള ടൈമിന് പകരം ടോട്ടൽ കപ്പാസിറ്റൻസ് എന്നൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ചിലപ്പോൾ വന്നേക്കാം. എന്തായാലും ബാക്കിയുള്ള കീവേഡുകൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ ഈ ചെയ്യുന്ന ഡെറിവേഷൻ ഇത് തന്നെയാണെന്ന് ഉറപ്പിക്കുക. ഇത്തവണ നമുക്ക് ഫിഗർ വേണം. ഫിഗർ പ്രത്യേകം ശ്രദ്ധിക്കുക. പാരലൽ കണക്ഷൻ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ,
ഓക്കെ, ഇവയെല്ലാം ഈ ടോട്ടൽ ഗ്രിഡ് നമ്മൾ ഒരു കോമൺ സെല്ലിലേക്കാണ് കൊടുക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് എല്ലാ കപ്പാസിറ്ററിലേക്കും അല്ലെങ്കിൽ ഓരോ കപ്പാസിറ്ററിലേക്കും സെല്ലിന് കണക്ഷൻ ഡയറക്റ്റ് വന്നിട്ടുണ്ട്. സെല്ലിന് കണക്ഷൻ ഡയറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പേര് കൊടുക്കാം C1, C2, C3. ഇത്തവണ ഒരു പ്രത്യേകത, എല്ലാ കപ്പാസിറ്ററിലേക്കും സെല്ലിലേക്ക് ഡയറക്റ്റ് കണക്ഷൻ ഉള്ളതുകൊണ്ട് എല്ലാ കപ്പാസിറ്ററിൻ്റെയും പൊട്ടൻഷ്യൽ സെയിം ആണ്. സോ പൊട്ടൻഷ്യലിൽ മാറ്റമൊന്നും ഇത്തവണ ഇല്ല. വി. പക്ഷേ എന്ത് മാറാം? ചാർജ് മാറാം. അപ്പോൾ ആദ്യത്തെ കപ്പാസിറ്ററിൻ്റെ ചാർജായിട്ട് നമുക്ക് Q1, ഇവിടെ Q2, ഇവിടെ Q3. ഇപ്പോൾ ഇത്തവണ കാര്യങ്ങൾ നേരെ തിരിഞ്ഞു. ഇത്തവണ വോൾട്ടേജ് സെയിം ആണ്, പൊട്ടൻഷ്യൽ സെയിം ആണ്, പക്ഷേ ചാർജ് ഡിഫറൻ്റ് ആണ്. കഴിഞ്ഞ സീരീസ് കണക്ഷനിൽ ചാർജ് സെയിം ആണ്, പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമ്മളുടെ ഡിഫറൻ്റ് ആയത് ഏതാണോ അത് വെച്ചിട്ടാണ് ഈ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തവണ ചാർജിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ വി ഹാവ് ദി ഇക്വേഷൻ ടോട്ടൽ ചാർജ് Q is equal to Q1 plus Q2 plus Q3. നമ്മൾ അറിയാവുന്ന ഇക്വേഷൻ ഇതാണ്. C is equal to Q by V. അവിടുന്ന് Q is equal to CV എന്ന് എഴുതാം. അങ്ങനെ എഴുതിയാൽ ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ വീണ്ടും മോഡിഫൈ ചെയ്യും. CV is equal to CV1 plus CV2. സോറി, ഒരു ചെറിയ തിരുത്തുണ്ട്. ഇക്വേഷൻ നമ്മൾ റീറൈറ്റ് ചെയ്യുമ്പോൾ C1V plus C2V plus C3V ഇങ്ങനെ എഴുതാം. കുറച്ചുകൂടെ കറക്റ്റായി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് CPV എന്ന് എഴുതാം. കാരണം പാരലായിട്ട് കണക്ട് ചെയ്തപ്പോഴുള്ള ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് ഉദ്ദേശിച്ചത്. ഇനി ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും V കോമൺ ആണ്. V എല്ലാം ക്യാൻസൽ ചെയ്യാം. സോ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. CP is equal to C1 plus C2 plus C3. ഇത് ഇപ്പോൾ വരച്ചിരിക്കുന്ന സർക്യൂട്ടിൻ്റെ ഇക്വേഷനാണ്. ഇതിനെ ജനറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് എഴുതിയതുപോലെ നമുക്ക് ജനറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ CP is equal to C1 plus C2 plus C3 up to Cn എന്ന് എഴുതാം. അസ്യൂമിങ് നമ്മുടെ സർക്യൂട്ടിൽ n നമ്പർ ഓഫ് കപ്പാസിറ്ററുകൾ ഉണ്ട് എന്ന് വിചാരിച്ചാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. കപ്പാസിറ്ററുകൾ പാരലായി കണക്ട് ചെയ്യുമ്പോഴുള്ള എഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ ഫൈനൽ ഇക്വേഷൻ. മറക്കരുത്, ഫുൾ ഡെറിവേഷൻ, വളരെ സിമ്പിൾ ഡെറിവേഷൻ. ഫുൾ എഴുതാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഫൈനൽ ഇക്വേഷനെങ്കിലും ഉറപ്പായിട്ടും പഠിക്കുക. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇത് സാധിക്കുന്നവർ പഠിക്കുക എന്നാണ് ഞാൻ പറയുക. കുറച്ച് കോംപ്ലിക്കേഷൻ ചിലപ്പോൾ ഈ ഡെറിവേഷനിൽ നമുക്ക് തോന്നിയേക്കാം, പക്ഷേ ശ്രദ്ധയോടെ ഇരുന്നാൽ വളരെ സിമ്പിളാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്ന എനർജിയുടെ ഇക്വേഷൻ. എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് എന്നും കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മളൊരു കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നത്. സോ അത് ചാർജ് ചെയ്യാൻ, ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ നമ്മൾ ചെയ്ത വർക്കാണ് ആ കപ്പാസിറ്ററിനുള്ളിലെ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യാം. പൊട്ടൻഷ്യൽ V is equal to W by Q എന്ന് നമുക്കറിയാം അല്ലേ. അവിടുന്ന് വർക്ക് W is equal to Q into V എന്ന് നമുക്ക് മാറ്റി എഴുതാം. അപ്പോൾ നമ്മളൊരു കപ്പാസിറ്ററിനെ വളരെ ചെറിയ അളവിൽ DQ ചാർജ് ചെയ്യാൻ പോവുകയാണ്. ഫുള്ള് ചാർജ് ചെയ്യുന്നില്ല, DQ മാത്രം. ചെറിയ അളവിൽ ചാർജ് ചെയ്യാനെടുത്ത വർക്കാണ് ആദ്യം എഴുതുന്നത്. അപ്പോൾ ചെറിയ വർക്ക് DW is equal to പൊട്ടൻഷ്യൽ V into DQ എന്ന് എഴുതാം. ഇവിടെ ചെറിയ അളവിൽ ചാർജ് ചെയ്യാൻ ചെയ്ത ചെറിയ വർക്കിന് ഇക്വേഷനാണ് എഴുതി വെച്ചിരിക്കുന്നത്. ശരിക്കും നമ്മൾ ഈ ഇക്വേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താലും മതി. ഓക്കെ, ഇനി കപ്പാസിറ്റൻസ് ഇക്വേഷൻ C is equal to Q by V ആണ് നമുക്കറിയാം. അവിടുന്ന് V is equal to Q by C എന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ മുമ്പ് എഴുതിയ ഇക്വേഷൻ വീണ്ടും തിരുത്തി എഴുതുന്നു. DW is equal to Q by C DQ. എന്താ സംഭവിച്ചെന്ന് മനസ്സിലായോ? നമ്മൾ ചെറിയ ചാർജ് ചെയ്യാൻ വേണ്ടി എടുത്ത ചെറിയ വർക്കിൻ്റെ ഇക്വേഷൻ എഴുതിയായിരുന്നു. അതിൽ വിക്ക് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷനിൽ നിന്ന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതേ ഉള്ളൂ. V is equal to Q by C എന്ന് എഴുതി. അവിടുന്ന് C is equal to Q by V എന്ന് എഴുതി. അവിടുന്ന് V is equal to ഈ C ഇങ്ങോട്ട് വരുന്നു, ഈ V മുകളിൽ പോകുന്നു, Q by C എന്ന് എഴുതി. ഈ Q by C വിക്ക് പകരം ഇവിടെ എഴുതുമ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങനെയാവും. DW is equal to Q by C into DQ. ക്ലിയർ? വളരെ സിമ്പിളായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് ചെറിയ അളവിൽ ചാർജ് ചെയ്താൽ പോരാ, കപ്പാസിറ്ററിനെ Q എന്ന ചാർജിലേക്ക് ഫുള്ളായിട്ട് ചാർജ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ചെയ്ത ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് W is equal to ഇൻ്റഗ്രൽ 0 ചാർജ് ആയിരുന്നു ആദ്യം കപ്പാസിറ്ററിനുണ്ടായിരുന്നത്, അതിനെ നമ്മൾ Q അളവിലേക്ക് ചാർജ് ചെയ്യുന്നു. അപ്പോൾ ഇൻ്റഗ്രൽ 0 to Q dW എന്ന് കിട്ടും. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. W is equal to ഇൻ്റഗ്രൽ 0 to ക്യാപിറ്റൽ Q by C DQ അല്ലേ. ഇനി മാത്തമാറ്റിക്സ് വളരെ സിമ്പിളാണ്. ഈ കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇൻ്റഗ്രലിൻ്റെ പുറത്തെടുക്കുന്നു, Q DQ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു.
നമ്മളെന്തായാലും അത്രയധികം കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നില്ല. ദെൻ സിംപ്ലിഫൈങ്, നമുക്ക് ഫൈനൽ ഇക്വേഷൻ നേരിട്ട് എഴുതാം. വി ഗെറ്റ് W is equal to Q square by 2C. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, ഡെറിവേഷൻ ഇക്വേഷൻ. W is equal to Q square by 2C. ഓക്കെ, ഇത് മാത്രമല്ല കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിക്ക് മറ്റ് രണ്ട് ഇക്വേഷൻ കൂടെ ഉണ്ട്, അതും കൂടെ പറയാം. ഈ ഇക്വേഷന് W is equal to എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് U is equal to Q square by 2C എന്നും എഴുതാം. കാരണം വർക്ക് തന്നെയാണ് ഇവിടെ എന്തായി മാറുന്നത്, എനർജി ആയിട്ട് മാറുന്നത്. അപ്പോൾ W is equal to എന്ന് എഴുതിയാലും കുഴപ്പമില്ല, U is equal to എന്ന് പറഞ്ഞ് എഴുതിയാലും കുഴപ്പമില്ല. മറ്റ് രണ്ട് ഇക്വേഷൻ ഉള്ളതാണ് U is equal to QV, അതുപോലെ U is equal to half CV square. ഈ ഇക്വേഷൻസും കൂടെ പഠിക്കണം. അപ്പോൾ ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്ന എനർജിക്ക് മൂന്ന് ഇക്വേഷനാണുള്ളത്. ഒന്ന് Q square by 2C, മറ്റൊന്ന് Q into V, മറ്റൊന്ന് half CV square. ഡെറിവേഷൻ അറിയില്ലെങ്കിലും ഇതിലേതെങ്കിലും ഒരു ഇക്വേഷൻ എഴുതി വെക്കണം. ഇത് മൂന്നിലേതെങ്കിലും ഒരു ഇക്വേഷൻ കപ്പാസിറ്ററിനുള്ളിലെ എനർജി സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. കീവേഡ് നോക്കുക, എനർജി സ്റ്റോർഡ്, കപ്പാസിറ്റർ. ഇത്രയും ഉണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ഇക്വേഷൻ എന്തായാലും എഴുതണം, നമുക്ക് ഒരു മാർക്ക് കിട്ടാതിരിക്കില്ല. റൈറ്റ്, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എഴുതാനുള്ള കാരണം ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ ചോദ്യം തന്നെ മറ്റൊരു മെത്തേഡിലൂടെ കണ്ടുപിടിക്കാനും ചോദിച്ചിട്ടുണ്ട്. ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. നേരത്തെ പറഞ്ഞത് തന്നെ കപ്പാസിറ്റർ എനർജി സ്റ്റോർഡ്, പക്ഷേ ഫ്രം ക്യൂ വി ഗ്രാഫ്. ഇത്തവണ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, ക്യൂ വി ഗ്രാഫ്. അങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യം വേണ്ടത് ഗ്രാഫാണ്. ഗ്രാഫ് വരയ്ക്കുകയാണ്. എക്സ് ആക്സിസിൽ പൊട്ടൻഷ്യൽ, വൈ ആക്സിസിൽ ചാർജ്. ഗ്രാഫ് ഇങ്ങനെയാണ് ഉണ്ടാവുക. നമ്മൾ ഈ ഗ്രാഫിൻ്റെ ഏരിയ അണ്ടർ ദി കർവ് പരിഗണിക്കാം. അപ്പോൾ ഏരിയ അണ്ടർ ദി കർവ് നോക്കിക്കഴിഞ്ഞാൽ എനർജി ഇസ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദി ഗ്രാഫ്. ഓക്കെ, ഇതൊരു ട്രയാങ്കിളാണ്. ആ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് BH ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ എനർജി U ഈസ് ഈക്വൽ ടു ഹാഫ് QV എന്ന് കിട്ടും. അവിടെ ഉപയോഗിച്ച ഇക്വേഷൻ ഇതായിരുന്നു, ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് BH. അതിൽ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഇതാണ്, ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതാണ് നമ്മളിവിടെ Q ഇൻറ്റു V എന്ന് എഴുതിയത്. തിരിച്ച് V ഇൻറ്റു Q എന്ന് എഴുതിയാലും ഒന്ന് തന്നെ. ഇത്രയും ഈ ഗ്രാഫ് വരയ്ക്കുക, ഷെയ്ഡ് ചെയ്യുക, ഈ കാര്യം എഴുതുക, ഫൈനൽ ഇക്വേഷൻ എഴുതുക. ഇങ്ങനെ ഗ്രാഫിൽ നിന്നും QV ഗ്രാഫിൽ നിന്നും നമുക്ക് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ? അതും കൂടെ ഒന്നും ഒഴിവാക്കണ്ട, ഇതിലേതാ ചോദിക്കാൻ നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് അതും കൂടെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി ഗ്രാഫിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആ ഡെറിവേഷൻ അറിയില്ലെങ്കിലും നമ്മുടെ എനർജി സ്റ്റോർഡിൻ്റെ ഫൈനൽ ഇക്വേഷൻ എന്തായാലും എഴുതി വയ്ക്കണം. ഫൈൻ. അപ്പോൾ ഇത് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ഡിസ്കഷനിലെ അവസാനത്തെ ചോദ്യമാണ്. ഇത് കാണുമ്പോൾ ഈ ഡെറിവേഷൻ ചെയ്യുമ്പോൾ കുറച്ച് സങ്കീർണമായിട്ട് തോന്നും, എന്നാലും ആ പറ്റാവുന്നത്ര സ്റ്റെപ്പുകൾ മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ എനർജി ഡെൻസിറ്റി ഓഫ് എ കപ്പാസിറ്റർ. എനർജി സ്റ്റോർഡ് അല്ല, എനർജി ഡെൻസിറ്റിയാണ്. കപ്പാസിറ്ററിൻ്റെ എനർജി ഡെൻസിറ്റിയുടെ ഡെറിവേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ചെയ്തു തുടങ്ങാം. നമ്മൾ എനർജി സ്റ്റോറിൻ്റെ ഈക്വേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു Q square by 2C. ഓക്കെ, ഇവിടെ ചില സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. Q is equal to സിഗ്മ A. അത് എഴുതിയതിന് കാരണം നമുക്ക് സിഗ്മ ഈസ് ഈക്വൽ ടു Q by A, അതായത് സർഫസ് ചാർജ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു Q by A എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടുന്ന് റീഅറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ Q is equal to സിഗ്മ A എന്ന് എഴുതിയത്. ഓക്കെ, മറ്റൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കുന്നത് C is equal to എപ്സിലോൺ 0 A by D. ഇത് നമ്മൾ പഠിച്ചതാണല്ലേ. കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇതൊരു ഡെറിവേഷനാണ്, 3 മാർക്കിന് 2 മാർക്കിന് ചോദിക്കാവുന്ന ഡെറിവേഷനാണ്. ഇത് വൃത്തിയായിട്ട് പഠിച്ചോണം. അപ്പോൾ ഈ രണ്ട് ടേമുകളും കൂടെ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നു. U ഈസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ A സ്ക്വയർ ബൈ 2 ഇൻറ്റു D ബൈ എപ്സിലോൺ 0 A. ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങനെ എഴുതിയെന്ന് മനസ്സിലാവും. ക്യൂവിന് പകരം സിഗ്മ A കൊടുത്തു, ഇവിടെ Q സ്ക്വയർ ആണ്, അതുകൊണ്ട് സിഗ്മ സ്ക്വയർ A സ്ക്വയർ വന്നു. ഒരു ബൈ 2 കൊണ്ട് ആ ബൈ 2 ഞാൻ ഇവിടെ ഇട്ടെന്നേ ഉള്ളൂ. പിന്നെയുള്ളത് എപ്സിലോൺ 0 A by D ആണ്, പക്ഷേ അത് ഒറിജിനൽ ഇക്വേഷനിൽ ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ നമ്മളത് എഴുതുമ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ, അതുകൊണ്ടാണ് D ബൈ എപ്സിലോൺ 0 A എന്ന് വന്നത്. സിമ്പിളാണ്. ഇനി ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൂടെ കൊടുക്കുകയാണ്. അതിങ്ങനെയാണ്,
E is equal to സിഗ്മ ബൈ എപ്സിലോൺ സീറോ എന്ന് നമുക്കറിയാം. കപ്പാസിറ്ററിൻ്റെ ഇക്വേഷനിൽ നടന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എഴുതിയാണ്. ഇവിടുന്ന് സിഗ്മ ഈസ് ഈക്വൽ ടു ഇ എപ്സിലോൺ സീറോ എന്ന് എഴുതാം. ശരിയല്ലേ? അതായത് സിഗ്മ ഈസ് ഈക്വൽ ടു ഇ എപ്സിലോൺ സീറോ ഇങ്ങോട്ട് പോയി. എന്നിട്ട് ഈ സിഗ്മയുടെ വാല്യൂ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ് മാറുന്നതെന്ന് ശ്രദ്ധിക്കുക. യു ഈസ് ഈക്വൽ ടു, നമുക്കുള്ളത് സിഗ്മയല്ല സിഗ്മ സ്ക്വയർ ആണ്. അതുകൊണ്ട് ഞാനിവിടെ ഇ സ്ക്വയർ എപ്സിലോൺ സീറോ സ്ക്വയർ എ സ്ക്വയർ ബൈ 2 ഇൻറ്റു ബാക്കി മാറ്റമൊന്നുമില്ല ഡി ബൈ എപ്സിലോൺ സീറോ എ. ശരിയാണല്ലോ? റൈറ്റ്. ഇനി ചില കാര്യങ്ങൾ കട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു എപ്സിലോൺ സീറോ ഉണ്ട്, അത് പോയി. ഇവിടെ എ ഉണ്ട്, അത് പോയി. ബാക്കിയുള്ള ആൾക്കാരെ ചേർത്ത് എഴുതുകയാണ്. യു ഈസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ എ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ, സോറി ഒരിക്കൽ കൂടെ എഴുതാം. ബാക്കിയുള്ള ആൾക്കാർ എപ്സിലോൺ സീറോ എ ഇ സ്ക്വയർ ഡി ബൈ 2 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇതിനെ ഞാൻ അല്പം കൂടെ ഭംഗിയായിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. യു ഈസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ ഇ സ്ക്വയർ ഇൻറ്റു എ ഇൻറ്റു ഡി, ഒരു ബ്രാക്കറ്റിലിട്ടു വെറുതെ, ബൈ 2 എന്ന് കൊടുത്തു. നമ്മൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കാര്യമാണ് ഈ പറയുമ്പോഴെല്ലാം ചിന്തിക്കേണ്ടത്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ നമ്മളിങ്ങനെയാണെന്ന് പഠിച്ചതുകൊണ്ട് 2 പ്ലേറ്റുകൾ തമ്മിലുള്ള ദൂരം ഡി ആണ്, ഓരോ പ്ലേറ്റിൻ്റെയും ഏരിയ എ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ ഇൻറ്റു ഡി എന്ന് നമുക്കിവിടെ ഒരു ടേം ഉണ്ട്. അപ്പോൾ എ എന്ന് പറയുന്നത് ഈ പ്ലേറ്റിൻ്റെ ഏരിയ ആണ്, ഡി എന്ന് പറയുന്നത് ദൂരമാണ്. അപ്പോൾ എ ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ ഈ കപ്പാസിറ്ററിനിടയിലുള്ള സ്പേസിൻ്റെ വോളിയമാണ്. അപ്പോൾ നമ്മൾ ആ വോളിയത്തിൻ്റെ ടേമിനെ ഒന്ന് റീപ്ലേസ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ യു ഈസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ ഇ സ്ക്വയർ വി ബൈ 2 എന്ന് കിട്ടും. ശരിയല്ലേ ഞാൻ പറയണത്? റൈറ്റ്. ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താ? എനർജി ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ബൈ വോളിയം നിങ്ങൾക്കറിയാം. സാധാരണ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താ? മാസ് ബൈ വോളിയം. ഇവിടെ എനർജി ഡെൻസിറ്റിയാണ്, അതുകൊണ്ട് എനർജി ബൈ വോളിയം എന്ന് പറയണം. എനർജിയുടെ ഇക്വേഷനാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. യു ഈസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ ഇ സ്ക്വയർ വോളിയം ബൈ 2. അപ്പോൾ ഈ എനർജിയെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എനർജി ഡെൻസിറ്റി എന്ന് പറയും. അപ്പോൾ അതാണ് ഇവിടെ എഴുതാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കണ്ടുകൊള്ളുക. യു ബൈ വി ഈസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ ഇ സ്ക്വയർ ബൈ 2. ഓക്കെ, ഇവിടെ എഴുതിയതെല്ലാം ക്യാപിറ്റൽ യു ആണ്. നമുക്കിതിനെ സ്മോൾ ലെറ്റർ യുവിലേക്ക് മാറ്റാം. കാരണം എനർജി ബൈ വോളിയം എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ യു ആണ്. സോ അവർ ഫൈനൽ ഇക്വേഷൻ വുഡ് ബി സ്മോൾ ലെറ്റർ യു ഈസ് ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ സീറോ ഇ സ്ക്വയർ. ഇതാണ് നമ്മുടെ എനർജി ഡെൻസിറ്റി ഓഫ് എ കപ്പാസിറ്ററിൻ്റെ ഫൈനൽ ഇക്വേഷൻ. സ്മോൾ ലെറ്റർ യു ഈസ് ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ സീറോ ഇ സ്ക്വയർ. റൈറ്റ്. അപ്പോൾ ഡെറിവേഷൻ കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ഒന്നും വിഷയമല്ല. നിങ്ങൾക്ക് ഡെറിവേഷൻ പഠിക്കാവുന്നത്തോളം പഠിക്കുക, ഇല്ലെങ്കിൽ ഫൈനൽ ഇക്വേഷൻ മാത്രം പഠിക്കുക. 1 മാർക്ക് എന്തായാലും കിട്ടാതിരിക്കില്ല. റൈറ്റ്. അപ്പോൾ നമ്മൾ ഇതോടുകൂടി സെക്കൻഡ് ചാപ്റ്ററിൻ്റെ സേ എക്സാമിന് വേണ്ടിയുള്ള പഠനം അവസാനിപ്പിക്കുകയാണ്. 2 ചാപ്റ്റർ തീർന്നു. ഇനി നമ്മൾ അടുത്ത ചാപ്റ്റർ കണ്ടിന്യൂസ് ആയിട്ടല്ല നമ്മൾ പോകുന്നത്. ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ വരുന്ന ചാപ്റ്ററുകളാണ് ആദ്യം ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അടുത്ത ചാപ്റ്ററിൻ്റെ ഡിസ്കഷനുമായി വീണ്ടും കാണാം. താങ്ക് യു.